ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പ്രിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. 1-2 പേര് കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു ഇന്ന് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാമെന്ന്. പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ, ഒരു ഉച്ചയൊക്കെ തിരിഞ്ഞതിന് ശേഷം. അപ്പം ഞാനിങ്ങനെ മാസത്തിൽ ഒരു തവണ ചെയ്ത് വെക്കുന്ന കുറച്ച് പ്രിപ്സും പിന്നെ ഡെയിലി ചെയ്യുന്ന കുറച്ച് പ്രിപ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ മല്ലിയും മുളകും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ട് തന്നെ 2 ആഴ്ചയിൽ കൂടുതലായി. പക്ഷേ ഇപ്പോഴാണ് ഞാനത് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും മല്ലി ഇതുപോലെ നല്ലപോലെ കുറേ വെള്ളത്തിൽ കഴുകും. നമ്മുടെ പച്ച മല്ലി ഉണ്ടല്ലോ അത്. അപ്പോൾ മല്ലിക്കകത്ത് ഒരുപാട് കല്ലും മണ്ണും അഴുക്കും ഒക്കെ കാണും. മുളകിനകത്ത് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും മല്ലിയാണെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ എപ്പോഴും ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു ദിവസം കൊണ്ട് ഉണക്കിയെടുക്കാൻ പറ്റില്ല, കാരണം ഞാനിപ്പോൾ ഉച്ച തിരിഞ്ഞിട്ടാണല്ലോ ഇത് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കാമെന്ന്. കാരണം നല്ല വെയിലത്ത് ഇത് നന്നായിട്ട് ചൂടായിട്ട് ആ ചൂടോടുകൂടി കൊണ്ടുപോയി മില്ലിൽ പൊടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ നന്നായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഞാൻ 2 പാത്രങ്ങളിലായിട്ടാണ് വെച്ചേക്കുന്നത്. ഞാൻ എപ്പോഴും സാധാരണ 1/2 കിലോ വെച്ചാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇത്തവണ മുളകും മല്ലിയും ഓരോ കിലോ വീതമാണ് എടുത്തേക്കുന്നത് കേട്ടോ. മല്ലി 1 കിലോ, മുളക് 1 കിലോ. അങ്ങനെ ഞാൻ എല്ലാ മല്ലിയും കഴുകിയെടുത്ത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ടേബിളിൽ ആദ്യം കൊണ്ടുവന്ന് ഇങ്ങനെ വിരിച്ചിടുകയാണ് ചെയ്തത് കേട്ടോ. ആദ്യം നന്നായി കഴുകിയ ഒരു ടവലിൽ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഫാനിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം പിന്നെയാണ് ഇനി പുറത്ത് വയ്ക്കാനായിട്ട് പോകുന്നത്. കാരണം ഇന്ന് വലിയ വെയിലുള്ള ദിവസം അല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വറ്റൽ മുളകുണ്ടല്ലോ, അതിങ്ങനെ അതിൻ്റെ ഈ ഞെട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തണ്ട്, ഉണങ്ങിയ തണ്ടുണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പണ്ട് അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ചില സമയത്ത് അത് തണ്ടോട് കൂടി തന്നെ ഇട്ടിട്ട് പൊടിപ്പിച്ചെടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുളകിന് ഭയങ്കര ഒരു തിക്നെസ്സും മുളകിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസം തോന്നും. പിന്നെ മുളക് ഞാൻ ഒരിക്കലും അങ്ങനെ കഴുകത്തൊന്നുമില്ല. ഇതുപോലെ തണ്ടുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വലിയ ചാക്കും വിരിപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കവറിൽ ഇങ്ങനെ ഞാനിങ്ങനെ നിരത്തിയിടുകയാണ് ചെയ്തത് മല്ലി. പിന്നെ മുളക് 2 പാത്രങ്ങളിലായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലോണം നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നല്ല വെയിലുള്ള സമയത്തെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ ഇതിൽ തന്നെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അത് ഞാൻ ഇതിനിടയിൽ പൊട്ടിച്ച് കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് പൊളിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അതിൽ കുറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെയ്യണം, അല്ലാതെ പൊളിച്ചും വെച്ചേക്കണം. ഞാൻ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അരച്ചും വെക്കാറുണ്ട്, ഇങ്ങനെ പ്രത്യേകിച്ച് പൊളിച്ചും വെക്കാറുണ്ട്. കാരണം വെളുത്തുള്ളി നമ്മൾ മോര് കാച്ചിയതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ വെളുത്തുള്ളിയുടെ ആവശ്യം വരും. പിന്നെ കാരക്കുഴമ്പ്, വത്തക്കുഴമ്പ്, ഇതൊക്കെ ഞാനിവിടെ എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് മുഴുവൻ വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട്. പിന്നെ വെളുത്തുള്ളി എടുക്കുമ്പോഴും ഞാൻ എപ്പോഴും കൂടുതലും വലിയ അല്ലികളുള്ള വെളുത്തുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി പൊളിച്ചെടുക്കാനായിട്ട് ഒരുപാട് ട്രിക്സൊക്കെ ഉണ്ട്. ചിലരാണെങ്കിൽ അല്ലികളായിട്ട് പൊളിച്ചെടുത്തിട്ട് എണ്ണ ഇങ്ങനെ തടവി വെച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെച്ചേക്കും. എന്നിട്ട് ഒന്ന് വെയിൽ കൊണ്ടതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. ഞാൻ എപ്പോഴും വെള്ളത്തിനകത്ത് 1-2 മണിക്കൂർ ഇട്ട് വെച്ചേക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 മണിക്കൂർ പോലും വെച്ചില്ല. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് പൊളിച്ചെടുത്താൽ മതി, നല്ല ഈസിയാണ്. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒരച്ചൊരച്ച് ഇങ്ങനെ ടൈൽസിലോ തറയിലോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ. പിന്നെ നമ്മൾ വെളുത്തുള്ളി അല്ലികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടിക്കുന്ന കല്ലിലൊരു ഇത് കാണുമല്ലോ, ആ ഒരു സംഭവം, അത് വെച്ചിട്ടൊന്ന് തട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം എല്ലാ അല്ലികളും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഈസിയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളി മാത്രം എനിക്ക് എടുത്താൽ മതി. മുന്നേക്കെ ആണെങ്കിൽ ഞാൻ 2ഉം ഈക്വലായിട്ട് എടുക്കുമായിരുന്നേ, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ എടുക്കും. വെളുത്തുള്ളി ഇഞ്ചിയേക്കാളും കൂടുതൽ എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇഞ്ചിയുടെ അളവ് കുറച്ച് താഴ്ത്തിയാണ് എടുക്കുന്നത്. ഞാൻ പല രീതിയിലും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇഞ്ചി കൂട്ടിയിട്ട് വെളുത്തുള്ളി കുറച്ചെടുക്കാറുണ്ട്, ചിലപ്പോൾ വെളുത്തുള്ളി കൂട്ടിയെടുക്കാറുണ്ട്, ചിലപ്പോൾ സമ അളവിന് എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്തപ്പോഴത്തേക്കും എല്ലാത്തിനും ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയെങ്കിലും പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇഞ്ചി എടുക്കുന്നേക്കാളും കുറച്ച്
കുറച്ച് കൂടുതൽ നമ്മൾ വെളുത്തുള്ളി എടുത്താൽ മതി. പിന്നെ ഞാൻ എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത്തവണ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പെട്ടെന്ന് കഴുകി എടുത്തിട്ടാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി അതിനകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ മിക്സി പുതിയതായതുകൊണ്ട് തന്നെ നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അതേ ഒന്നും ചേർക്കാതെ വെറുതെ അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ലെണ്ണ അതും കൂടി ചേർത്തിട്ട് അരച്ച് വെച്ച് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഇത് കേടാവാതിരിക്കും. പക്ഷെ നല്ലെണ്ണ ചേർക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നല്ലെണ്ണയുടെ ചെറിയൊരു ടേസ്റ്റ് അറിയാൻ പറ്റും കേട്ടോ. അത് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല. അതും ഞാൻ ഒരിക്കൽ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഒന്നും ചേർക്കാതെ വെറുതെ ഇങ്ങനെ അരച്ച് ഇങ്ങനെ ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറേ നാൾ കേടാവാതിരിക്കും. എനിക്കിപ്പോൾ ഇത്രയൊക്കെ മതി. ഇപ്പോൾ ഈ വെളുത്തുള്ളിയും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഈ ഒരു അളവിന് എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഏകദേശം ഒരു 2-3 ആഴ്ചത്തേക്ക് വരും കേട്ടോ. കാരണം നമ്മൾ പലതരത്തിലുള്ള കറികൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ നാട്ടിലത്തെ നാടൻ ഫുഡ് മാത്രമല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല നമ്മളങ്ങനെ ഒരുപാട് നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യാറൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അധികം അങ്ങനെ ചിലവാകത്തില്ല. അപ്പോൾ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. പിന്നെ അതെ നമ്മുടെ പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടന്നൊരു സാധനമാണ്. അപ്പോൾ എനിക്ക് ഈ സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണമായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് വരുന്നത്? ഞാനിത് മീഷോ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സ്ക്രീനിൽ അതിൻ്റെ കാറ്റലോഗ് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നല്ല സ്പേസ് സേവിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ കിച്ചൺ ഇപ്പോൾ ഏകദേശം വൈറ്റ് കളറിലുള്ള സാധനങ്ങളാക്കിയിട്ട് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഒരുപാട് പൈസയൊന്നും മുടക്കിയൊന്നുമല്ല. ഞാൻ പല തവണയായിട്ട് മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. നമ്മുടെ ഒരു വൈറ്റ് സ്റ്റാൻഡും ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ്. 5-6 മാസത്തിന് മേലെയായി. ഞാൻ അതൊക്കെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ എപ്പോഴും മീഷോ നിന്നാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ഈ സ്പൂൺ സ്റ്റാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിതിനകത്ത് സ്പൂണും പിന്നെ ഫോർക്കും പിന്നെ സ്പാച്ചുലയും പിന്നെ നമ്മുടെ വിസ്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. പിന്നെ ഞാൻ എൻ്റെ കത്തിയൊക്കെ ഇതിനകത്താണ് വെക്കുന്നത്. പിന്നെ ലൈറ്റർ ഇതെല്ലാം കൂടി ഇതിനകത്താണ് കേട്ടോ വെക്കുന്നത്. കറക്റ്റ് സ്പേസ് കറക്റ്റാണ്. പിന്നെ അടുത്ത് വെച്ചേക്കുന്ന ഒരു ഫ്ലവർ വേസ് എൻ്റെ ഫ്രണ്ട് അഞ്ചു എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ്സും തോന്നിക്കും, നല്ലൊരു ഭംഗിയാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ സ്റ്റാൻഡിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസിലുണ്ടല്ലോ, ഫോൺ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടൊരു സ്റ്റാൻഡായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിക്കാം. വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ, 200 രൂപയ്ക്ക് താഴെ ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ കിച്ചണിനകത്ത് നമുക്കിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സ്പേസ് അങ്ങനെ നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ സാധനങ്ങൾ വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്ന സ്പൂൺ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഓയിൽ ബോട്ടിലുകൾ മേടിച്ചിട്ടുള്ള സ്റ്റീലിലുള്ള ബോക്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാമായിരുന്നു. പക്ഷെ എന്തായാലും എനിക്കിപ്പോൾ വേണ്ട, വീട്ടിലിനി സ്പേസ് ഒന്നും ഇല്ല ഇതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ ചെറിയൊരു കപ്പ്, അത് ഞാൻ ഒരിക്കൽ സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു കപ്പാണ്. അതിനകത്താണ് ഞാൻ നമ്മുടെ സ്പൂണൊക്കെ ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. അത് ആമിക്ക് ചായ കുടിക്കാൻ മേടിച്ച കപ്പാണ്. പക്ഷെ അവളത് യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് അങ്ങനെ സ്പൂൺ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ എടുത്ത് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ അത് ഞാൻ വന്നിട്ട് നമ്മുടെ അച്ചിങ്ങ പയറുണ്ടല്ലോ, അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഓൾറെഡി മേടിച്ച് കുറച്ച് യൂസ് ചെയ്താണ്, ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ളത് ഞാൻ അന്ന് തന്നെ കഴുകിയിട്ട് ഇതുപോലെ ചെറിയ പീസ് ആക്കാതെ വലിയ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബോക്സിനകത്തിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നാളെ ഇത് കുക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസമാണ് ഞാൻ കൂടുതൽ വെജിറ്റബിൾസും കട്ട് ചെയ്ത് എടുക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്തൊന്നും വെക്കാറില്ല. എന്തും ഡിഷാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ, തോരനൊക്കെ ആണെങ്കിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കും. പിന്നെ ചീര ആണെങ്കിൽ മാത്രം ഞാൻ കൈയോടെ തന്നെ കഴുകിയിട്ട് കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ എന്നോടൊരു സഹോദരി കമൻറ്റ് ചെയ്തിരുന്നു, ഇതുപോലെ ചീര മേടിച്ചിട്ട് ഫ്രീസറിലാണോ സൂക്ഷിക്കുന്നതെന്ന്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ തങ്ങി നിന്നിട്ട് ചീരയൊക്കെ അഴുകി പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീര നമ്മളെപ്പോഴും നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം മൊത്തം ഡ്രൈ ആക്കി നന്നായിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മളത് കട്ട് ചെയ്ത് വെക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ അതിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് പെട്ടെന്ന് അഴുകി പോകും. പിന്നെ ഫ്രീസറിലല്ല ഞാൻ വെക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ ഫ്രീസറായിട്ടും ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീസറിനെ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ.
ഞാൻ അന്നത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നില്ല, അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷെ നമ്മുടെ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടാലും മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ എനിക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിനെ കൺവേർട്ട് ചെയ്ത് ഫ്രിഡ്ജ് ആക്കിയിട്ട് അതിലോട്ടേക്കാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ അത് ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുക്കുന്നത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരുപാട് കറികളൊന്നും വെക്കുന്ന ഒരാളൊന്നുമല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാറ് കറിയും പിന്നെ ഒരു മെഴുക്ക് പുരട്ടിയും മതി. അത്രയാണ് ഞങ്ങളുടെ ആഹാരം. പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ അത് പൊരിച്ച് കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് കറികളൊന്നും ഞാൻ അങ്ങനെ വെക്കാറില്ല, എനിക്കത് ഇഷ്ടവും ഇല്ല. ഇവിടെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും വളരെ കുറച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, ആമിക്കൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മതി. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി കളയുന്ന ഒരിത് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കറികൾ അങ്ങനെ വെക്കാറില്ല. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാനിത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് 2-3 ദിവസത്തേക്ക് വരും കേട്ടോ. ക്യാരറ്റ് തോരനുള്ളത് 2 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ. അപ്പോൾ ക്യാരറ്റ് എപ്പോഴും നിങ്ങൾ ബോക്സിൽ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ മേടിച്ചേക്കുന്ന ഈ സ്റ്റോറേജ് ബോക്സസ് എല്ലാം ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലിങ്ക് തരാൻ പറ്റത്തില്ല, ഓൺലൈനിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ. നല്ല ക്വാളിറ്റി ബോക്സസ് ആണ്, അതെല്ലാം 200-ന് മേലെയാണ് റേറ്റ്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ല സംഭവമാണ്, നമുക്ക് ടിഫിൻ ബോക്സ് ഒക്കെ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കൈയോടെ തന്നെ എടുത്തൊന്ന് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്, ചില സമയത്ത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ മേടിച്ചത് ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും തേങ്ങയൊന്നും ഒരുപാടൊന്നും യൂസ് ചെയ്യുന്ന ഒരാളെ അല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരുപാട് തേങ്ങ ഉള്ള ഒരു കറി ഒക്കെ കഴിക്കുന്നത്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം എന്തായാലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ 3 തേങ്ങ മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചത്തേക്കൊക്കെ വരും. ഒരാഴ്ചയല്ല, 2 ആഴ്ചകളൊക്കെ വരാറുണ്ട്. ഇപ്പം ഈ ഒരു തേങ്ങ ഞാൻ 3 എടുത്തതിൽ ഒരെണ്ണം ബാലൻസ് ഉള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഉടച്ചെടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ പകുതിയൊക്കെ വെച്ചിട്ട് ഉടഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതെന്തേലും എനിക്കിനി ചിരകി എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഞാനിങ്ങനെ മുന്നേ ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് പെട്ടെന്ന് തേഞ്ഞില്ലാതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നിർത്തി വെച്ചിരുന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തതാണ്. മിക്സിയിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുക്കുക. പിന്നെ ഈ തേങ്ങ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് പെട്ടെന്ന് ഇല്ലാതായി പോകും. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നോക്കുക എത്രത്തോളം നമുക്ക് ഗ്രേറ്റഡ് ആയിട്ട് കിട്ടണമെന്നുള്ളത്. എന്നിട്ട് നമ്മളിത് നേരെ കൊണ്ടുവന്ന് നല്ലൊരു എയർ ടൈറ്റ് ബോക്സിനകത്തേക്ക് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ എപ്പോഴും തേങ്ങ ഇങ്ങനെ ചിരകുന്നത് സൂക്ഷിച്ച് വെക്കുന്നത് നമ്മുടെ ചിൽ ട്രേ ഉണ്ടല്ലോ, അതായത് നമ്മൾ പാലും തൈരൊക്കെ വെക്കുന്ന നമ്മുടെ ഫ്രിഡ്ജിനകത്തൊരു ട്രേ കാണൂലേ, അവിടെയാണ് വെക്കുന്നത്. അവിടെയാകുമ്പോൾ ഒരുപാട് തണുപ്പും കാണത്തില്ല, ഒരുപാട് കട്ടിയായി പോകത്തുമില്ല. ഫ്രീസറിലാണ് ചിലരൊക്കെ തേങ്ങ ചിരകി വെക്കുന്നതെന്ന് അറിയാം. അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നേരത്തെ എടുത്ത് ഇത് പുറത്ത് വെക്കേണ്ടി വരും. പക്ഷേ ഇത് ഇങ്ങനെ ചിൽ ട്രേയിൽ വെക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ ഉടനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം തണുപ്പൊക്കെ കാണും, എന്നാലും വേറെ കേടൊന്നും ആവത്തില്ല. ഞാനിപ്പോൾ ഈ തേങ്ങ ചിരകിയത് ശരിക്കും എനിക്ക് ഒരാഴ്ചത്തേക്ക് വന്നായിരുന്നു കേട്ടോ. കാരണം ഞാൻ എപ്പോഴും തേങ്ങ യൂസ് ചെയ്യുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ ഞാനിത് ഇത് ചെയ്ത് വെച്ചിട്ട് തന്നെ ഒരാഴ്ചയിൽ കൂടുതലായി. ഞാനിപ്പോൾ ഇന്ന് വോയിസ് കൊടുക്കുന്ന ഈ ദിവസമാണ് ഈ തേങ്ങ എടുത്ത് യൂസ് ചെയ്ത് തീർത്തത്. ഞാൻ എപ്പോഴും തേങ്ങയൊക്കെ ഇങ്ങനെ ചിരകി വെക്കുവാണെങ്കിൽ തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള തേങ്ങ മാത്രം, ഒരു മുറിയൊക്കെ മാത്രമാണ് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെക്കാറുള്ളത് കേട്ടോ. അല്ലാതെ ഒരുപാടൊന്നും ചിരകിയൊന്നും അങ്ങനെ സൂക്ഷിച്ച് വെക്കാറില്ല. കൂടുതലും തേങ്ങ ഞാൻ എപ്പോഴും ഫ്രഷ് ആയിട്ട് അരച്ച് എടുക്കാനാണ് നോക്കുന്നത്, ചിരകി എടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും പ്രീപ്രപ്സ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും 1 മാസത്തേക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാടൊന്നും ചെയ്ത് വെക്കത്തില്ല. കാരണം ഞങ്ങൾ 3 പേരായതുകൊണ്ട് ഒരുപാടൊന്നും നമുക്ക് വേണ്ട. 1 മാസത്തേക്കുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഗരം മസാല, ഉഴുന്നുപൊടി ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ 1 മാസത്തേക്ക് കണക്കിന് ചെയ്യും. പിന്നെ മുളകും മല്ലിയും അതിങ്ങനെ 1 മാസത്തേക്ക്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ 1-1.5 മാസത്തേക്ക് വരും കേട്ടോ. 2 മാസത്തോളം അടുപ്പിച്ച് വരാറുണ്ട് 1 കിലോ മുളകൊക്കെ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, കാരണം നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എണ്ണം അനുസരിച്ചും നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷസ് അനുസരിച്ചും ഒക്കെ ഇതിനൊരു വേരിയേഷൻ വരും. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫ്രിഡ്ജിന്റെ മേലത്തെ പോർഷനാണിത്. അപ്പോൾ നമ്മുടെ ഫ്രീസറിനെ
നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫ്രിഡ്ജ് ആക്കിയതാണ് കേട്ടോ. ഞാൻ അവിടെയാണ് സാമിക്ക് വെക്കാനുള്ള പൂക്കൾ വെച്ചേക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഡോറിൽ നമ്മുടെ പപ്പടം, നട്ട്സ്, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചേക്കും. ഇപ്പോൾ ഫ്രീസറിനെ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇതിലിങ്ങനെ വെച്ചത് കേട്ടോ. ഇപ്പോൾ താഴത്തെ പോർഷനിൽ ബാലൻസ് ഉള്ള വെജിറ്റബിൾസും ബാക്കി സാധനങ്ങളൊക്കെ വെക്കാമല്ലോ. പിന്നെ എപ്പോഴും മീൽ പ്ലാനിങ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കും തലേ ദിവസം നമുക്ക് എന്ത് ചെയ്യണം, എന്തൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളത്. അത് ഒരിക്കലും നമ്മളൊരു ഭാരമായിട്ട് കാണണ്ട. നമുക്ക് ഒരു ഐഡിയ നേരത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് നമുക്ക് മീൽ പ്ലാനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും വീട്ടമ്മമാർക്ക് തന്നെയാണ് മനസ്സിലാവുന്നത് അല്ലേ. പിന്നെ ഞാനാണെങ്കിൽ എഴുതി വെച്ചിട്ട് മീൽ പ്ലാനിങ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ മുന്നേ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒരു ആഴ്ചത്തേക്കുള്ളത് എടുക്കുമല്ലോ. അപ്പം എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും എന്തൊക്കെയാണ് ഡിഷസ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് വെജിറ്റബിൾസ് മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഓരോ ദിവസം എന്താണ് ഉണ്ടാക്കുന്നതെന്ന് തലേ ദിവസം പ്ലാൻ ചെയ്തിട്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇപ്പോൾ സാമ്പാറിനാണെന്നുണ്ടെങ്കിൽ സാമ്പാറിന്, അവിയലിനാണെങ്കിൽ അവിയലിന് അതിനുള്ളതൊക്കെ കട്ട് ചെയ്ത് ബോക്സിൽ ആക്കിയിട്ട് വെച്ചേക്കും. രാവിലെ വന്നിട്ട് നേരെ എടുത്ത് നമുക്കതങ്ങ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണ്, നിങ്ങൾക്ക് കുഞ്ഞു മക്കളാണ്, ഒരുപാട് ടെൻഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബുക്ക് എടുത്തിട്ട് മീൽ പ്രിപ്പ് അല്ലെങ്കിൽ മീൽ പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതി വെച്ചിട്ട് അത് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുള്ളത് ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാം. എനിക്ക് ഒരിക്കലും ഈ മീൽ പ്ലാനിങ് എഴുതി വെച്ചിട്ടുള്ളത് വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ പ്ലാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നടക്കത്തില്ല. ഒരു പക്ഷേ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോയാൽ എൻ്റെ പ്ലാനിങ് മാറും. പിന്നെ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നാൽ കൂടി നമുക്ക് അതിലെടുത്ത് നോക്കാം എന്ത് ഡിഷ് എടുക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടെൻഷനിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത കുറേ റെസിപ്പീസ് നമുക്ക് ആ ബുക്ക് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ കംഫർട്ട് ഫുഡാണ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്കിവിടെ സ്ഥിരമായിട്ട് കുറച്ച് കറികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഒരിക്കലും വെറൈറ്റികളൊന്നും പരീക്ഷിക്കുന്ന ഒരാളല്ല. പരീക്ഷിക്കാറുണ്ടെങ്കിലും അതൊക്കെ ഞാൻ വീക്കെൻഡിലേ ചെയ്യാറുള്ളൂ. ഒരിക്കലും വീക്ക് ഡേയ്സിൽ ആമിക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും ഞാനതൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കാറില്ല. അപ്പം എൻ്റെ മീൽ പ്ലാനിങ് മീൽ പ്രിപ്പൊക്കെ ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണം. എന്തെങ്കിലും ഇതിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പം അതൊക്കെ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്ന് പുറത്തുനിന്നാണ് ഇന്ന് ഭക്ഷണം മേടിച്ചത്. റീനാപോൾ കിച്ചണിൽ നിന്ന് സൊമാറ്റോയിലാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.